നമസ്കാരം. അമേരിക്കയെ പൊളിച്ചടുക്കി ട്രംപ്. അമേരിക്കക്കാർ ട്രംപിനെ വളഞ്ഞു വെച്ച് തല്ലും. അതാണ് അവസ്ഥ. പുതിയ അമേരിക്കയെ പുനഃസ്ഥാപിച്ചത് താനാണെന്ന് പറഞ്ഞ ട്രംപിന്റെ വീമ്പ് പറച്ചിൽ വീണ്ടും ആരംഭിച്ചു കഴിഞ്ഞു. താൻ അമേരിക്കൻ ശക്തി പുനഃസ്ഥാപിച്ചു. 10 മാസത്തിനുള്ളിൽ ഏകദേശം 8 യുദ്ധങ്ങൾ തീർത്തു കഴിഞ്ഞു. ഇറാൻ ആണവ ഭീഷണി നശിപ്പിച്ചു. ഗാസയിലെ യുദ്ധം അവസാനിപ്പിച്ചു. 3000 വർഷത്തിനിടെ ആദ്യമായിട്ട് മിഡിൽ ഈസ്റ്റിൽ സമാധാനം കൊണ്ടുവന്നു. ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ബന്ദികളുടെ മോചനമടക്കം ഉറപ്പാക്കി എന്നൊക്കെ വീമ്പ് പറഞ്ഞ് ട്രംപ് ഇങ്ങനെ തകർത്ത് വാരുകയാണ്. ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങളിലൊക്കെ വ്യോമാക്രമണം നടത്തി അമേരിക്ക ഇറാന്റെ ആണവ ഭീഷണിയെ നിർവീര്യമാക്കി എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഗാസയിൽ സമാധാനം ഉറപ്പാക്കിയതിന്റെ ബഹുമതിയും യു.എസ്. പ്രസിഡന്റ് ഇതിനോടൊപ്പം അവകാശപ്പെട്ടെടുക്കുകയാണ്. അമേരിക്കയുടെ ഇടപെടൽ മൂലം ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ഹമാസ് ഇസ്രായേലിലേക്ക് തിരിച്ചയച്ചുവെന്ന് അടക്കമുള്ള വാദങ്ങളാണ് ട്രംപ് നിരത്തുന്നത്. അനധികൃത കുടിയേറ്റക്കാരെ കൈകാര്യം ചെയ്യുന്നതിൽ യു.എസ്. ശക്തമായിട്ടുള്ള നയമാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നും തന്റെ 2ാം ടേമിൽ ഇതുവരെയുള്ള കാലയളവിൽ 0 നിയമവിരുദ്ധ വിദേശികൾക്ക് രാജ്യത്ത് പ്രവേശിക്കാൻ അനുവാദമുണ്ട് എന്നും ഇത് അസാധ്യമായ നേട്ടമാണ് എന്നും ഒക്കെ ട്രംപ് വാതോരാതെ പറയുന്നുണ്ട്. 1ാം ദിവസം മുതൽ തന്നെ നമ്മുടെ തെക്കൻ അതിർത്തിയിലേക്കുള്ള അധിനിവേശം തടയാൻ താൻ ഉടനടി നടപടി സ്വീകരിച്ചുവെന്നും കഴിഞ്ഞ 7 മാസമായിട്ട് ഒരു അനധികൃത വിദേശിയെ പോലും നമ്മുടെ രാജ്യത്തേക്ക് പ്രവേശിപ്പിച്ചിട്ടില്ല എന്നും എല്ലാവരും പറഞ്ഞ ആ ഒരു നേട്ടം തികച്ചും അസാധ്യമാണ് എന്ന് പറയുകയാണ് ട്രംപ്. യു.എസിനെ അസ്ഥിരപ്പെടുത്താൻ ആരെയും അനുവദിക്കില്ല എന്നും അങ്ങനെയുള്ളവർ അമേരിക്കയിലേക്ക് വരേണ്ടതില്ല എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് സിറിയ ഉൾപ്പെടെ 7 രാജ്യങ്ങളെ പൗരന്മാർക്ക് കൂടി യാത്രാ വിലക്ക് കൂടി ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ട്രംപിന്റെ ഈ നീക്കം സിറിയയിൽ 2 യു.എസ്. സൈനികരും ഒരു സിവിലിയൻ ഒക്കെ കൊല്ലപ്പെട്ട ഒരു സാഹചര്യത്തിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു സമീപനം സ്വീകരിച്ചിരിക്കുന്നത്. അപ്പൊ സിറിയ ഉൾപ്പെടെ 7 രാജ്യങ്ങളിലെ പൗരന്മാരെയും പാലസ്തീൻ അതോറിറ്റിയുടെ പാസ്പോർട്ട് കൈവശമുള്ളവരെയും യു.എസിൽ പ്രവേശിപ്പിക്കുന്നത് വിലക്കി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. യു.എസിനെ ഭീഷണിപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്ന വിദേശികളെ നിരോധിക്കുവാൻ തന്നെയാണ് ട്രംപിന്റെ നീക്കമെന്നാണ് വൈറ്റ് ഹൗസ് നൽകുന്ന വിശദീകരണവും. വിദേശികൾ യു.എസിന്റെ സംസ്കാരം, സർക്കാർ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സ്ഥാപക തത്വങ്ങൾ എന്നിവയെ ദുർബലപ്പെടുത്തുകയോ അസ്ഥിരപ്പെടുത്തുകയോ ചെയ്യുന്നത് തടയാൻ ട്രംപ് ആഗ്രഹിക്കുന്നതായിട്ടും വൈറ്റ് ഹൗസ് ഇതിനോടൊപ്പം വ്യക്തമാക്കുന്നുണ്ട്. സിറിയയിൽ 2 യു.എസ്. സൈനികരും ഒരു സിവിലിയനും കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഇത്തരത്തിലുള്ള നീക്കം. ആഫ്രിക്കയിലെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളായിട്ടുള്ള ബുർക്കിന ഫാസോ, മാലി, നൈജർ, സിയാറ ലിയോൺ, ദക്ഷിണ സുഡാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്കും തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ലാവോസിൽ നിന്നുള്ളവർക്കുമാണ് സിറിയയെ കൂടാതെ പ്രവേശന വിലക്ക് പുതുതായിട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ട്രംപ് നൈജീരിയ, കരീബിയൻ രാജ്യങ്ങൾ എന്നിവ ഉൾപ്പെടെ മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ട്രംപ് ഈ ഭാഗികമായിട്ടുള്ള ഒരു യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട് എന്നുകൂടി വൈറ്റ് ഹൗസ് പറയുന്നുണ്ട്. സൊമാലിയക്കാരുടെ യു.എസ്. പ്രവേശനം ട്രംപ് ഇതിനോടകം തന്നെ നിരോധിക്കുകയും ചെയ്തു. അഫ്ഗാനിസ്ഥാൻ, ചാഡ്, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഇക്വാറ്റോറിയൽ ഗിനിയ, എറിത്രിയ, ഹെയ്ത്തി, ഇറാൻ, ലിബിയ, മ്യാൻമാർ, സുഡാൻ, യമൻ എന്നിവയാണ് യു.എസിൽ പൂർണ്ണ യാത്രാ നിരോധനം നേരിടുന്ന മറ്റു രാജ്യങ്ങൾ. അങ്കോള, ഗാംബിയ, ഐവറി കോസ്റ്റ്, മലാവി, മൗറിറ്റാനിയ കൂടാതെ സെനഗൽ, ടാൻസാനിയ, ടോങ്ക, സാംബിയ, സിംബാബ്വെ, ഇതിനോടൊപ്പം തന്നെ ആന്റിഗ ആൻഡ് ആന്റി ബാർബുഡ, ബെനിൻ ഡൊമിനിക്ക, ഗാബൺ ഇങ്ങനെയുള്ള തുടങ്ങിയ രാജ്യങ്ങൾക്കും ഭാഗികമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ട്രംപ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി മറ്റൊന്ന്, കുടിയേറ്റ നിയന്ത്രണങ്ങളുടെ ഭാഗമായിട്ട് 30-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് അമേരിക്കൻ പ്രസിഡന്റ് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. കഴിഞ്ഞ ജൂണിൽ 12 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് പൂർണ്ണ യാത്രാ വിലക്കും 7 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയതായിട്ടുള്ള തീരുമാനങ്ങൾ കൂടി ഉണ്ടായിരുന്നത്. നേരത്തെ ഈ ഭാഗിക നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്ന ലാവോസും സിയറ ലിയോണും രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് പുതിയ ഉത്തരവ് പ്രകാരം പൂർണ്ണ യാത്രാ വിലക്കാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ബുറുണ്ടി, ക്യൂബ, ടോഗോ, വെനസ്വേല എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്ക് ഭാഗിക നിയന്ത്രണങ്ങൾ വീണ്ടും തുടരും. ഇനി ഈ തുർക്ക്മെനിസ്ഥാൻ അമേരിക്കയുമായിട്ട് നല്ല രീതിയിൽ സഹകരിക്കുന്നതിന് തന്നെ അവിടെ നിന്നുള്ള നോൺ എമിഗ്രന്റ് വിസകൾക്കുള്ള വിലക്ക് അദ്ദേഹം നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 15-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഭാഗിക യാത്രാ നിയന്ത്രണങ്ങളും പ്രവേശന പരിമിതികളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനോടൊപ്പം അങ്കോള, ആന്റിഗ ആൻഡ് ബർബുഡ, ബെനിൻ കോട്ട്, ഡി ഐവറി, ഡൊമിനിക്ക, ഗാബോൺ, ഗാംബിയ, മാലവി, മൗറിറ്റാനിയ, നൈജീരിയ, സെനഗൽ, ടാൻസാനിയ, ടോങ്ക, സാംബിയ, സിംബാബ്വെ തുടങ്ങിയ രാജ്യങ്ങളാണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ സ്ഥിരതാമസക്കാർ, നിലവിൽ വിസയുള്ളവർ, അത്ലറ്റുകൾ, നയതന്ത്രജ്ഞർ തുടങ്ങിയ ചില വിസ വിഭാഗങ്ങളിൽപ്പെട്ടവർ, അവരുടെ അല്ലെങ്കിൽ അമേരിക്കയുടെ ദേശീയ താല്പര്യങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വ്യക്തികൾ എന്നിവർക്ക് പ്രഖ്യാപനത്തിൽ ഇളവുകൾ കൂടി നൽകിയിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് ഇമിഗ്രന്റ് വിസകൾക്കുള്ള വിശാലമായിട്ട് ഇളവുകൾ ഇതിനോടൊപ്പം തന്നെ ചുരുക്കുകയും ചെയ്തു. എന്തായാലും അധികാരം എങ്ങനെ വിനിയോഗിക്കണമെന്ന് അറിയാത്തവരുടെ കയ്യിൽ അത് കിട്ടിയാൽ
കുരങ്ങന്റെ കയ്യിൽ പൂമാല പോലെ എന്ന് ട്രംപ് തെളിയിച്ചിരിക്കുന്നു. അതാണ് ഇപ്പോൾ നമുക്ക് ഇതിലൂടെ കാണാൻ കഴിഞ്ഞത്. ഇതിനെക്കാട്ടിലും വലിയ ഉദാഹരണം ഇതുപോലെ തന്നെ നമുക്ക് പറയാനുമില്ല ലോകത്ത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ട്രംപിന്റെ തീരുമാനങ്ങൾ എന്ന് പറയപ്പെടുന്നത് ട്രംപിന് മാത്രം ഉതകുന്നതും ട്രംപിന് അനുകൂലമാകുന്നതുമാണ്, അല്ലെങ്കിൽ ട്രംപിനോടൊപ്പം നിൽക്കുന്നവരാണ്. പക്ഷേ ഇപ്പോൾ എടുക്കുന്ന പല തീരുമാനങ്ങളും ഡെമോക്രാറ്റിക് പാർട്ടി തന്നെ തള്ളിക്കളയുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ട്രംപ് ഇവിടെ ഒറ്റപ്പെടുന്നു. മാത്രമല്ല, അവിടുത്തെ അമേരിക്കൻ ജനങ്ങൾ എന്ന് പറയപ്പെടുന്നത് വഴിയിൽ കിട്ടിയാൽ തല്ലുമെന്ന തരത്തിലേക്ക് എത്തപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ട്രംപ് അവരെ കൊണ്ടെത്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒറ്റപ്പെട്ടു പോവുകയും ഒപ്പം തന്നെ ജനങ്ങളോട് സംവദിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു രീതിയിലേക്ക് ട്രംപ് എത്തപ്പെടുന്നു. മാത്രമല്ല, പല ഉട്ടോപ്യൻ നയങ്ങളും കൊണ്ടുവന്ന് തന്നെ അമേരിക്കയെ സത്യത്തിൽ പൊളിച്ചടുക്കുകയാണ്. ഇനി ഒരു ടേമിൽ വിജയിച്ചു വരാൻ കഴിയില്ല എന്നും ഇനി ഒരിക്കലും ഇവിടെ പ്രസിഡന്റ് ആവാൻ കഴിയില്ല എന്നുള്ള ഉറച്ച ബോധ്യം ട്രംപിന് വന്നതോടുകൂടി തന്നെയാണ് അമേരിക്കയെ ഏത് വിധത്തിലെങ്കിലും നശിപ്പിച്ചതിന് ശേഷം ഈ പ്രസിഡന്റ് കാലാവധി അവസാനിപ്പിക്കുക എന്ന തരത്തിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രംപിനെ വളഞ്ഞിട്ട് തല്ലുവാൻ തന്നെയായിരിക്കും ചിലപ്പോൾ അമേരിക്കക്കാർ തീരുമാനിക്കുന്നത്. കുറച്ചു കാലം കൂടി അവർ നോക്കുമായിരിക്കും. പക്ഷെ കുറച്ചു കാലം കൂടി കഴിയുമ്പോൾ, അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് തന്നെ അടി വാങ്ങുന്ന തരത്തിലേക്കുള്ള നിലപാടുകളുമായിട്ടാണ് ട്രംപ് മുന്നോട്ട് പോകുന്നത്.